കൊച്ചി രൂപതയിലെ പ്രഥമ ദേവദാസൻ മോൺസിഞ്ഞോർ ലോറൻസ് പുളിയനത്തിന്റെ 64-ാം ചരമവാർഷിക അനുസ്മരണം ഫെബ്രുവരി 20-ന് അതിപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ഇടക്കൊച്ചി സെന്റ് ലോറൻസ് പള്ളിയിലെ പാവങ്ങളുടെ അപ്പോസ്തോലൻ എന്നറിയപ്പെടുന്ന മോൺസിഞ്ഞോർ ദേവദാസൻ ലോറൻസ് പുളിയനത്തിന്റെ ചരമവാർഷികം വിപുലമായ പരിപാടികളോടെയാണ് കൊണ്ടാടുന്നത്. സമാപന ദിവസത്തെ നേർച്ച സദ്യ ആശീർവാദം റെവറന്റ് ഡോക്ടർ ജെയിംസ് ആനാപ്പറമ്പിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആശീർവദിക്കുമെന്ന് പള്ളി ഭാരവാഹികൾ. അതിപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ഇടക്കൊച്ചി സെന്റ് ലോറൻസ് പള്ളിയിൽ പാവങ്ങളുടെ അപ്പോസ്തോലൻ എന്നറിയപ്പെടുന്ന നാനാജാതി മതസ്ഥരുടെ അത്താണിയായ ദേവദാസൻ മോൺസിഞ്ഞോർ ലോറൻസ് പുളിയനത്തിന്റെ 64-ാം ചരമവാർഷിക അനുസ്മരണം വിപുലമായ പരിപാടികളോടെ ഫെബ്രുവരി 19, 20 തീയതികളിലായാണ് നടത്തപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സഭാസേവനങ്ങളെയും കഴിവുകളെയും പരിഗണിച്ചുകൊണ്ട് 1951 പരിശുദ്ധ സിംഹാസനം മോൺസിഞ്ഞോർ പദവി നൽകി ആദരിച്ചു. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇന്നും വിശുദ്ധന്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുന്നതിനായി കബറിടം സന്ദർശിക്കാനെത്തുന്നത്. എല്ലാ മനുഷ്യർക്കും ഒരു അത്താണിയായിരുന്നു ദേവദാസൻ മോൺസിഞ്ഞോർ ലോറൻസ്. അദ്ദേഹം വൈദികനായി ഏതാണ്ട് 3 പതിറ്റാണ്ടോളം സേവനം ചെയ്ത ഒരു സ്ഥലമാണ് ഇടക്കൊച്ചി സെന്റ് ലോറൻസ് പള്ളി. അവിടെ പാവപ്പെട്ടവരും എല്ലാ വിധത്തിലുള്ള മനുഷ്യരെയും നാനാജാതി മതസ്ഥരെ മതമോ വർണ്ണമോ ഒന്നും നോക്കാതെ എല്ലാവർക്കും ഒരു അത്താണിയായി എല്ലാവർക്കും ഒത്തിരിയേറെ കരുണയോടെ സഹായം നൽകുന്ന, ഉപദേശം നൽകുന്ന, ജീവിതത്തിന്റെ ദുഃഖങ്ങൾക്ക് ഒരു മറുപടി കൊടുക്കുന്ന ഒരു സങ്കേതമായി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മരണത്തിന് ശേഷവും 1961 ഫെബ്രുവരി 20-ാം തീയതി മരിച്ചു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള ഈ ഇടക്കൊച്ചി സെന്റ് ലോറൻസ് ഇടവകയുടെ ആ പള്ളിയില്, സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയില് അടക്കം ചെയ്തിട്ടുള്ള ആ കുഴിമാടത്തില് ഇന്നും ആയിരങ്ങളാണ് വന്ന് പങ്കെടുക്കുന്നത്. അല്ലെങ്കിൽ അനുദിനം നൂറുകണക്കിന് മനുഷ്യര് വന്ന് പ്രാർത്ഥിക്കുകയും ഒത്തിരിയേറെ മാധ്യസ്ഥ സഹായം, ശക്തി അനുഭവപ്പെടുന്നുണ്ട്. ഫെബ്രുവരി 19-ന് വൈകുന്നേരം 4 മണിക്ക് മുണ്ടംവേലിയിൽ ദേവദാസന്റെ ഭവനത്തിൽ ദീപം തെളിയിച്ച ദീപശിഖ മുണ്ടംവേലി പള്ളിയിലെത്തിക്കും. തുടർന്ന് നടക്കുന്ന ദിവ്യബലിക്ക് റെവറന്റ് ഡോക്ടർ ജോസി കണ്ടനാട്ടുതറ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 20-ാം തീയതി ഫെബ്രുവരി 20-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണിക്കാണ് രൂപതയുടെ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ ജെയിംസ് ആനാപ്പറമ്പിൽ പിതാവ് അദ്ദേഹത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊന്റിഫിക്കൽ ഹോളി മാസ് നടത്തപ്പെടുന്നു. തുടർന്ന് നേർച്ച സദ്യ വരുന്ന 10,000 കഴിഞ്ഞ പ്രാവശ്യവും 30,000-ൽ പരം പേര് വന്നു. അത് 50,000 വരെ പോകുമെന്നാണ് ഞങ്ങളുടെ കണക്ക്. അത്രയും പേർക്ക് ഉള്ള സ്നേഹവിരുന്ന് ഒരുക്കി അത് വ്യഞ്ചരിച്ച് നൽകുന്നതാണ്. 11:30 ഈ നേർച്ച സദ്യ തുടങ്ങി രാത്രി 11 മണി വരെ തുടരുന്ന രീതിയാണ് ഇതിനു മുൻപുണ്ടായിട്ടുള്ളത്. അപ്രകാരമുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. വികാരി റെവറന്റ് ഡോക്ടർ മരിയൻ ജോസഫ് അറയ്ക്കൽ, കമ്മിറ്റി ചെയർമാൻ ഫാദർ അരുൺ മാത്യു തൈപ്പറമ്പിൽ, ജനറൽ കൺവീനർ ജെൻസൺ റൊസാരിയോ, ജോയിന്റ് കൺവീനർ സെബാസ്റ്റ്യൻ കോയിൽപ്പറമ്പിൽ, മീഡിയ കൺവീനർ ഫ്രാൻസിസ് തോട്ടുവേലൻ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. കൊച്ചി സെന്റ് ലോറൻസ് ആലയത്തിൽ ശുശ്രൂഷ ചെയ്ത ഈ ഒരു വൈദികൻ 2011-ലാണ് ദേവദാസനായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. 450ഓളം വർഷത്തെ ചരിത്ര പ്രാധാന്യമുള്ള കൊച്ചി രൂപതയിലെ ആദ്യത്തെ ദേവദാസനാണ്. അതായത് വിശുദ്ധനായിട്ട് നാമകരണ നടപടികൾ ചെയ്യുന്നതിന്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയാം ദേവദാസൻ. അപ്പോ കൊച്ചി രൂപതയ്ക്ക് മുഴുവനും വലിയൊരു അഭിമാനവും മാതൃകയുമാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.